ഇല്ലെങ്കിൽ നസീറുമായിട്ടുള്ള നൂറിന്റെ കല്യാണം നസീറിന്റെ വാപ്പയും ഉമ്മയും കൂടി ബലമായി നടത്തില്ലായിരുന്നോ? ആ ഒരു പൊല്ലാപ്പ് ഈ ഒരു ഒളിച്ചോട്ടം കൊണ്ട് മാറിപ്പോയല്ലോ. അല്പം മുമ്പ് ആ പോലീസുകാരൻ എങ്ങാനും വീട്ടിനകത്തോട്ട് കയറി വന്നിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. അങ്ങനെ തീരുവോ? തീർക്കാൻ ഞാൻ സമ്മതിക്കൂ? മോളെ, അനൂപ് എന്റെ വയറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ. അവൻ എന്റെ മോൻ തന്നെയാ, എന്റെ ഭർത്താവിന്റെ മോൻ. അവൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന പെണ്ണാ നീ, എന്റെ മരുമോള്. അപ്പൊ നിന്നെ രക്ഷിക്കേണ്ട ബാധ്യതയും എനിക്കുണ്ട്. നിന്നെ അനൂപ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് എന്നെ വിശ്വസിച്ചാ. എന്റെ വീട്ടിൽ നീ സുരക്ഷിതമായിരിക്കും എന്ന ഉറപ്പില്ല അവൻ പോയിരിക്കുന്നത്. ആ ഉറപ്പ് എനിക്ക് പാലിക്കണ്ടേ? ഞാനൊരു ഭാഗ്യമില്ലാത്ത കുട്ടിയാ ശാരദാമ്മേ. ഉമ്മയുടെ സ്നേഹമൊന്നും എനിക്ക് അധികമൊന്നും കിട്ടിയിട്ടില്ല. ബിസിനസ് കാര്യങ്ങളുമായി ബാപ്പച്ചി എന്നും തിരക്കുമായിരുന്നു. കൂടുതൽ ദിവസങ്ങളും ഞാൻ ആ വലിയ വീട്ടിൽ തനിച്ചായിരുന്നു. കോളേജിൽ പോയി തുടങ്ങിയപ്പോഴാ പുറം ലോകമായി എനിക്ക് ബന്ധം ഉണ്ടായത് തന്നെ. ആദ്യമായി സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് അനൂപ. ആദ്യമായി കിട്ടിയത് കൊണ്ടാവാം അത് പിന്നെ ഉപേക്ഷിക്കാനും ആയില്ല. പിന്നീട് അത് മനസ്സിൽ തറച്ചപ്പോ കളയാനും കഴിയുന്നില്ല. ഇപ്പൊ ഒരു തീരുമാനത്തിലെത്തി. മരിക്കുന്നത് വരെ അനൂപിന്റെ കൂടെ ഉണ്ടാവണം. അവൻ നല്ലവനാ മോളെ, സ്നേഹമുള്ളവനാ. നിന്നെ അവൻ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, അതൊരു ചെറിയ കാറ്റ് വന്നാ കെട്ടുപോകുന്ന തീയേ ഉള്ളൂ. ശാലിനി ചേച്ചി, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും അവള് കൈവിടില്ല. അവൾ ഇവിടെ എത്തിയാ തീരാവുന്ന പ്രശ്നങ്ങളെ ഇപ്പൊ ഇവിടെ ഉള്ളൂ. എന്തായാലും മോള് സമാധാനായിട്ടിരിക്കെ, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. കാഴ്ചകൾ കൂടുതൽ കണ്ട് നടക്കല്ലേ, അപ്പൊ കാശിനെ ആവശ്യം കൂടുമായിരിക്കും. അമ്മേ വെറുതെ, അമ്മ ഞാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ അവരെ സ്വർണ്ണം നിർത്തിയിട്ടില്ല. എന്തായാലും ഞാനവിടെ വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. നീ ഇങ്ങോട്ട് കേറി പോയേക്കരുത്. എനിക്ക് കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടുള്ള മക്കളെ വേണ്ട. അവൻ എനിക്കൊട്ട് കാണും വേണ്ട. എനിക്ക് ഇങ്ങനെ ഒരു മോനില്ല. വെക്കടാ ഫോണ്. അമ്മേ അതെ അതെ, ഞാൻ സംസാരിക്കാം, നീ സംസാരിക്കണം. ഓ, അങ്ങ് സംസാരിക്കേ. എടാ മോനെ, അച്ഛനോടാ? എടാ എടാ, നിനക്ക് എന്താണ് പറ്റിയേ? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അച്ഛൻ, ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് റേഞ്ച് ഉണ്ടായിരുന്നില്ല, അതാ വിളിച്ചാ കിട്ടായിരുന്നത്. എടാ, അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. ഇവിടെ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഒരു അപകടം പറ്റി. അയ്യോ, എന്തോടാ? എടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? ഇല്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങും. എടാ, ടെൻഷൻ അടിക്കണ്ട. നീ വന്നിട്ട് വേണേ, നീ കാരണം ഉണ്ടായെന്ന് പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു സമാധാനമായിട്ട് പറഞ്ഞു തീർക്കാനേ. ശരി അച്ഛാ, എത്രയും പെട്ടെന്ന് വരാം. എന്താ വിഷ്ണുട്ടാ? നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ അമ്മയെ വിളിച്ചിരുന്നു. അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രോബ്ലം. അല്ല, ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്യാനാ? സ്വർണ്ണം എവിടുന്ന് എടുത്തിട്ട് കൊടുക്കും? അതവന്റെ ഇത് പോയിന്ന് നിനക്കുള്ള ഉറപ്പുണ്ടോ? ഇതിപ്പോ ഉത്തരവാദി അവനാണല്ലോ. ഓ രാഘവേട്ടാ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലോ ഏട്ടാ. ഓ ഒരു അച്ഛനും മോനും എന്ത് കൂടുതൽ പറയാൻ? എടാ, എന്തോടാ നമ്മൾ ചെയ്യുന്നേ? അത് തന്നെ ഇപ്പൊ ഞാനും ആലോചിക്കുന്നേ. എന്തോടാ ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ നമ്മളവിടെ പോയേ പറ്റൂ. അതെ, എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കി നമുക്ക് ഇവിടുന്ന് പോവാം. വല്ലാത്തൊരു വിഷമഘട്ടത്തിലായിപ്പോയല്ലോ സുഹൃത്തെ, നമ്മൾ വീണ്ടും കാണേണ്ടി വന്നത്. എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമായിരുന്നിട്ട് കൂടി ഒന്നും നടന്നില്ല അല്ലേ? ആളെ കിട്ടിയതാ, പക്ഷെ രാഷ്ട്രീയ സ്വാധീനം മൂലം ആളെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റിയില്ല. ചില സമയം
ഞങ്ങളുടെ നക്ഷത്രത്തെക്കാൾ രാഷ്ട്രീയക്കാരുടെ വാക്കുകൾക്കാ വില. അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് അതീതമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അത് പക്ഷേ അവരുമായിട്ട് തുറന്ന യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് വേണം. എനിക്ക് ബോസിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഏത് മന്ത്രിയാണ് മുന്നിൽ നിന്ന് കളിച്ചതെന്നും അറിയാം. പക്ഷെ ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യാനുള്ള ചങ്കൂറ്റമുണ്ട്. ബാപ്പ തടഞ്ഞോണ്ടാ. ഇല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ മാനം നഷ്ടപ്പെടുത്തിയവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ വലിയ സമയമൊന്നും എനിക്ക് വേണ്ട. കുടുംബം അടക്കം കത്തിക്കേണ്ട കേസാ. ആ, ഇതാണ് ഇവന്റെ ഒരു കുഴപ്പം. മുന്നും പിന്നും നോക്കില്ല, വരും വരായികകൾ ചിന്തിക്കുകയില്ല. നമ്മൾ എപ്പോഴും ഇറങ്ങുമ്പോഴും കയറുമ്പോഴും മുന്നിൽ 2 പടികൾ കൂടി അഡ്വാൻസായി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം കാലുകൾ വെക്കാൻ. കാല് വെക്കാൻ ഉറപ്പ് കിട്ടിയാൽ മാത്രമേ അതിൽ ചവിട്ടാവൂ. ഞാൻ അങ്ങനെ ചിന്തിച്ച് മുന്നേറുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാ ഒരു തട്ടുകേടും കൂടാതെ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കാൻ പറ്റുന്നത്. പക്ഷേ ഇവനതില്ല. ഇപ്പം നമ്മൾ വെച്ച വലക്കണ്ണികളർത്ത് അവൻ പുറത്തു പോയെന്ന് വെച്ച് അവനങ്ങ് പൂർണ്ണമായി രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു സൂര്യാസ്തമയം കൊണ്ട് എല്ലാം തീരുന്നതായിട്ട് ചിന്തിച്ചാ പിന്നെ എന്തോന്ന് ജീവിതമാണോ? നാളെ ഉദിക്കുന്ന സൂര്യൻ നമുക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. ഇപ്പൊ രക്ഷപ്പെട്ടവൻ നാളെ നമ്മളെ മുമ്പിൽ തന്നെ വന്ന് പെടുമെന്ന് ഇപ്പോഴേ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് അവനിലേക്ക് എത്താൻ പറ്റും. ഇപ്പം നമ്മളെ മുമ്പിൽ ചെറിയൊരു വെളിച്ചമുണ്ടോ? ആ വെളിച്ചം നമ്മളെ അവൻ്റെ അടുത്ത് എത്തിക്കും, അതുറപ്പാ.